കലാസ്നേഹികളെ, മാത്യു, എന്താണ് നിങ്ങൾക്ക് ഈ പയ്യനെ പറ്റിയുള്ള അഭിപ്രായം? തീർച്ചയായും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. ഇനി ഈ വീഡിയോയിൽ പലയിടത്തായി ചിതറി ഞാൻ എന്റെ അഭിപ്രായം നിങ്ങളോട് അറിയിക്കുന്നതായിരിക്കും. ഈ സിനിമ ഇപ്പോൾ ട്രോൾ മഴയിൽ നനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒന്ന് പറഞ്ഞോട്ടെ, തിയേറ്ററിൽ ഈ സിനിമ നൽകിയ ഗംഭീരത OTT-യിലേക്ക് എത്തിയപ്പോൾ ഇല്ല എന്ന് വേണം പറയാൻ. അതിന് ഉദാഹരണമാണ് ഇക്കണ്ട ട്രോൾ എല്ലാം. ഒന്നിച്ചിരുന്ന ഒരു മനസ്സുമായി നമുക്ക് ഈ പടം ആസ്വദിക്കാം. കിഴപ്പേപ്പാടം എന്ന അതിമനോഹരമായ ഗ്രാമത്തിലേക്ക് നമ്മുടെ നായകൻ റൊമാൻസും ഫൈറ്റും കോമഡിയും എല്ലാം കാണിക്കാൻ ഒരു ഒത്ത പുരുഷനായി ബസ് കയറി വന്ന് ഇറങ്ങുന്നതിൽ നിന്നുമാണ് ഈ പടം ആരംഭിക്കുന്നത്. ആദ്യം തന്നെ പറയാലോ, ഈ നാടൊരു മിഠായി തെരുവാണ്. അതായത് പലതരം മനുഷ്യർ, പല രീതിയിലുള്ള ഭാഷാ പ്രയോഗങ്ങൾ, പല പല വെറൈറ്റി ചിന്തകൾ, എന്നാൽ ഒരൊറ്റ വിശ്വാസം, കൂലി. ഇത് കൂലി, അത് കൂലി, അവരുടെ കാവൽ ദൈവം, ആ നാട്ടിലെ അന്ധവിശ്വാസം. ഇനി ഇത് നായകന്റെ കൂട്ടുകാർ. ഗൾഫിൽ നിന്ന് വന്നാലും ഗണപതിയെ കണ്ടാലും കാര്യം ഗൗരവമാണേലും ഗണേഷ് കുമാർ ആണേലും അടിക്കാൻ സാധനം വേണം, കുടിക്കാൻ വെള്ളം വേണം. അവർ അങ്ങനെ രണ്ട് ചെറുതടിക്കാനായി ആ നാട്ടിലെ മലമുകളിലെ കാവിലെ കൂളിശാസ്ത്ര പ്രകാരം മദ്യപിക്കാൻ പാടില്ലാത്ത ആ പ്രത്യേക സ്ഥലത്ത് വന്ന് മദ്യപിച്ച് രസിക്കുകയാണ്. പിന്നെ ഇതാണ് നമ്മുടെ നായകന്റെ ലവ് ഇൻട്രസ്റ്റ്. ഇവരുടെ പ്രേമം ഒരു പ്രത്യേക തരമാണ്. അവർ തമ്മിലുള്ള പ്രണയത്തിന്റെ അടിസ്ഥാനം എന്താണെന്ന് അറിയാമോ? ധൈര്യം. അതെ ഗസ്, മാത്യുവിന് ഒടുക്കത്തെ ധൈര്യമാണത്രേ. ആ നാട്ടിലുള്ള എല്ലാവരും അന്ധവിശ്വാസികളും പേടിത്തൂറികളുമായിരുന്നിട്ടും കൂസലില്ലാത്ത ധൈര്യശാലിയായ ആ പൊടിമീശക്കാരനോട് അവൾക്ക് പ്യാർ ഹുവ. അങ്ങനെ ഇരിക്കെ ആ നാട്ടിലെ പട്ടാളക്കാരനായ അബുസലിം ഒരു കാര്യം കണ്ട് പേടിക്കും. പുള്ളി ഊന്നു വെടിക്കും പകരം തോക്കാണ് ഉപയോഗിക്കണം. അല്ല, തലനോക്ക് രണ്ട് സൈഡിലൂടെയും ടാർ ഇട്ടിട്ട് നടുക്കൂടെ കോൺക്രീറ്റ് ചെയ്ത പോലെ ഇല്ലേ. എനിവേസ് പുള്ളി ആരോ ഭയപ്പെടുത്തി. ഇത്രയും ധൈര്യശാലിയായ ഒരു പട്ടാളക്കാരനെ ഭയപ്പെടുത്തിയത് ആരാണെന്നറിയാൻ ആ നാട്ടിലുള്ള എല്ലാരും കൂടി ചുടുകല്ല് സമ്മിറ്റ് കൂടുകയാണ്. ഇനി ഭയപ്പെട്ട കഥ പറയാം. നല്ല വെളിച്ചമുള്ള പരപര വെളുത്ത ഒരു ഉച്ചര 12 മണി രാത്രിയിൽ ഇയാൾ ഇച്ചിമുള്ളനായിരിക്കണം ഏതോ പൊത്തു തേടി നടക്കുകയാണ്. അപ്പോഴതാ വവ്വാൽ വാപ്പയായി ഉള്ള ഒരുത്തൻ മരത്തിന്ന് ചാടിപ്പോണ്. ശേഷം കണ്ടതോ ആ നാട്ടിലെ ആറാട്ട് മുത്തശ്ശി ചൂട്ടൻ കത്തിച്ച് ചൂരൻ മലയിലേക്ക് ഓടണ്. ഇത് കണ്ട് റിലേ കളിക്കാൻ തയ്യാറായ നമ്മുടെ പട്ടാളക്കാരനും പുറകെ വിടും. ഈ സീനൊക്കെ വളരെ നല്ല രസമുണ്ടായിരുന്നു. ഒരു ഹൊറർ എലമെന്റ് ഒക്കെ കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഒടുക്കം മുത്തശ്ശിയും ഇല്ല, മുതുകിളവിയും ഇല്ല. തിരിഞ്ഞു നോക്കുമ്പോ മുമ്പിലതാ. അല്ല, അതിപ്പോ ഇത് കണ്ട ഏത് പട്ടാളക്കാരനെ ഒന്ന് പേടിക്കും. തിരിച്ച് വീട്ടിലെത്തിയ പട്ടാളം കാണുന്നത് ഇല്ലാത്ത പല്ലിൽ ഓയിൽ പുരട്ടണ മുത്തശ്ശിയാണ്. അങ്ങനെ ആ നാട്ടിൽ ആകെ ചർച്ചയാവുകയാണ്, ആരാണ് ഈ പേടിപ്പിക്കുന്ന രൂപം. നമ്മുടെ നായകനും കൂട്ടുകാരും ഒഴികെ ബാക്കിയുള്ളവരെല്ലാരും ഇത് സീരിയസ് ആയി എടുക്കും. അവർ ഇത് അന്ധവിശ്വാസമാണെന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയും. അങ്ങനെ ഇരിക്കും നായകന്റെ കൂട്ടുകാർ രണ്ടുപേർ അല്പം അറിവ് കൂട്ടാൻ വേണ്ടി അന്നപാനം നടത്തുമ്പോ അതാ പെട്ടെന്ന് തൊട്ട് നെക്സ്റ്റ് ഡേ അയൽപ്പക്കത്ത് വീട്ടിലാരോ പൂട കളഞ്ഞ ചിക്കൻ ഫ്രൈ തിന്നേക്കണ്. മിക്കവാറും കുമ്പിടി ആയിരിക്കും. കാര്യം കുറച്ച് വഷളാണ്. നാട്ടുകാർ ഭയന്നു തുടങ്ങി. അങ്ങനെ അതിനിടയിൽ നമ്മുടെ നായകനെ രാത്രി വീട്ടിലാളില്ല, നീ ഒറ്റയ്ക്ക് വന്നാൽ നമുക്ക് എന്ന് പറയും. സ്വാഭാവികമായി സന്തോഷം മൂട്ട് നേരെ മെഡിക്കൽ സ്റ്റോറിൽ പോകേണ്ട നായകൻ രാത്രി വീട്ടിൽ പോയി പുതച്ചു കിടന്നുറങ്ങും. ബട്ട് അവന്റെ പുരുഷ ഹോർമോൺ അതിന് താമസിക്കൂല, അവനെ ഉണർത്തും. അപ്പോഴാണ് ട്വിസ്റ്റ്. എനിക്ക് ഇരുട്ട് പേടിയാണ്. ഈ പേടിക്ക് കാരണം ചെറുപ്പത്തിൽ അവരുണ്ടായ ഒരു ട്രോമയാണ്. ശരിക്കും ഈ സിനിമയിലെ മേജർ കോൺഫ്ലിക്റ്റ് ഇതാണ്. ഐഡിയ ഒക്കെ അസാധ്യമാണ്. നായകന്റെ ഭയം ഓവർകം ചെയ്ത് ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യാനുള്ള മോട്ടിവേഷൻ ഒക്കെ നല്ലതാണ്. ബട്ട് എനിക്ക് സ്ക്രിപ്റ്റിൽ എവിടെയൊക്കെ പുളി കടിച്ച പോലത്തെ ഒരു ഫീൽ ആയിരുന്നു. അതായത് കുഞ്ഞായിരിക്കുന്ന നായകന് അമ്മ പുറത്ത് എവിടെയെങ്കിലും പോകുമ്പോൾ ചോറ് കൊടുക്കാൻ ചോദിച്ചേച്ചിയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോകും. അങ്ങനെ ചോറ് വാരി കൊടുത്ത് വളർത്തിയ ചോദിച്ചേച്ചി ഒരു ശബ്ദവും കൊടുക്കും, താൻ എവിടെ പോയാലും ചോറ് വാരി കൊടുക്കാൻ താൻ വരുമെന്ന്. അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് ഒരു ദിവസം ചോദിച്ചേച്ചി ആത്മഹത്യമാകും. കാരണം വ്യക്തമല്ല. ഉസ്കെ ബാദ്മേ ഇവന് ഇരുട്ട് പേടിയാണത്രേ. രാത്രിയായ ചോദിച്ചേച്ചി വരും ചോറ് വാരി കൊടുക്കാൻ.
കണ്ണിൽ എന്ത് ചേച്ചി ട്രാഫിക് സിഗ്നലാ? വല്ല ബൈപ്പാസിൽ സിഗ്നൽ കേടാകുമ്പോ റെഡ് കത്തിയെ കൊണ്ടു നിർത്താം. ഈ ഇടയ്ക്ക് പ്രസവം എടുക്കുന്ന ഒരു പ്രേതത്തെ സുമതി വളവിൽ കണ്ടായിരുന്നു. ഇതിപ്പോ എന്താണ് ഒരു സിഗ്നൽ പ്രേതം? ചോര വാരി കൊടുക്കാൻ വരെ പ്രേതമാടി. പണ്ടൊക്കെ ചോര കുടിക്കാനായിരുന്നു പ്രേതം. യെസ്, എവിടെ പോയാലും ചോറ് വാരിത്തരാൻ പറന്നു വരുന്നുള്ള സത്യം ചോദി ചേച്ചി ചത്തിട്ടും മറന്നില്ല. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് ഒരു കുടിയന്റെ മുന്നിൽ തീപ്പെട്ടിയുമായി അവൻ പ്രത്യക്ഷപ്പെടും. കൃത്യമായി തീപ്പെട്ടിക്കൂടും കരുതി വരുന്ന ഒടിയൻ. അതെ ഗൈസ്, അവനാണ് കുതിരക്കാലൻ. സോ ഗൈസ്, തലേ ദിവസം രാത്രി പേടി കാരണം കാമുകിയെ കാണാൻ പറ്റിയില്ലല്ലോ. ബട്ട് അവൻ അതൊരു കൺവിൻസിംഗ് ആയ കള്ളം പറഞ്ഞ് അതങ്ങ് സെറ്റ് ആക്കും. പക്ഷെ അവളൊരു മിയ ഖലീഫ ഫാൻ ആണ് ഗൈസ്. ഇനി തുടരെ 2 ദിവസം വീട്ടിൽ ആളില്ല, നമുക്കൊരു IPL കളിക്കാന്ന് പറയും അവൾ. അതിനാൽ നീ വന്നോളൂ എന്നൊരു സമ്മതപത്രവും ഇൻവിറ്റേഷനും അളിയൻ അവള് കൊടുക്കും. ആണ്ടവാ, ഇതൊക്കെയാണ് കാമുകി. നമുക്കൊക്കെ ഉണ്ടായിരുന്നു റോഡിനപ്പുറത്തൊരു വേലി കെട്ടി, അതിന്റെ അപ്പുറത്തൊരു കുളം കുഴിച്ച്, അതിനകത്തൊരു കുഴി കുഴിച്ച് ആ പൊത്തിലിരുന്നാണ് സംസാരിച്ചിരുന്നത് പോലും. എന്തായാലും അറിയുന്നവന്റെ കയ്യിൽ ദൈവം ദ്രാവിഡിനെ കൊടുക്കൂലല്ലോ എന്ന് കേട്ടിട്ടില്ലേ? ഇവൻ അത് കേട്ടത് മുട്ടിടിക്കും ഉള്ളാനും മുട്ടും. അതിനിടയിൽ ഇന്നലെ ഹോഴ്സിലേക്ക് വന്നെടുത്ത് ഇന്ന് മട്ടൻ ഹെഡ്. ഏതോ ഇറച്ചി വെട്ടുകാരനാണ് ഒടിയൻ. അതിന്റെ ഇടയ്ക്ക് നമ്മുടെ നസീറക്കയുടെ വക ഒരു സീൻ. പുള്ളിക്ക് ഉണ്ടായിരുന്നു ഒരു ബർത്ത്ഡേ. നാട്ടിലെ വാസികളെല്ലാം പേടിത്തുറിയാണേലും കാറ്റടിച്ചാ കുടിക്കാൻ പോണത് കൂളിമലയിലും. തന്റെ ബർത്ത്ഡേക്ക് ആരും കേക്ക് വാങ്ങി തന്നില്ല എന്ന സങ്കടത്തിൽ 2 വലത് ഒഴിച്ചടിച്ചോണ്ടിരുന്ന ഇക്കയ്ക്ക് ആരോ കേക്ക് കൊണ്ട് കൊടുത്ത് ഹാപ്പി ബർത്ത്ഡേ ടു യു എന്നും പറഞ്ഞ് നെറ്റിലൊരു ഉമ്മയും കൊടുത്തിട്ട് അങ്ങ് പോകും. അല്ല, എന്റെ സംശയം കറക്റ്റ് സമയത്ത് കേക്കുമായി, അതും ഈ പാതിരാത്രി മടിയൻ ഹോഴ്സിൽ കൃത്യതയോടെ ഇങ്ങനെ ഹാപ്പി ബർത്ത്ഡേ മനസ്സിലാക്കി അവിടെ വന്ന് നിന്നായിരിക്കും അല്ലേ? എനിവേ ഗൈസ്, കുറച്ചു പേര് ആ നാട്ടുകാർ ഒരുമിച്ച് കൂടി പ്രേതത്തെ പിടിച്ചിട്ട് തന്നെ കാര്യമൊന്നും പറഞ്ഞു പന്തം കത്തിച്ച് ഒന്ന് തൊഴി പേടിച്ച് പേടിച്ചോടും. ആൻഡ് ആൾസോ ഫൈനലി ഇവൻ ഇരുട്ട് പേടിയാണെന്ന കാര്യം തന്റെ കൂട്ടുകാരോടായി അവൻ ഒറ്റ കുമ്പസാരം അങ്ങ് അരിക്കും. അപ്പൊ കൂട്ടത്തിലെ കാഞ്ഞ ബുദ്ധി അവനോട് പറയും, ഡാ മോനെ മന്ദഗുണ്ണി, നീ ഇരുട്ടത്ത് കേറാതെ വെളിച്ചത്ത് അവളുടെ വീട്ടിൽ ഓലപ്പുരയിൽ കയറി പതുങ്ങിയിരി, എന്നിട്ട് ഇരുട്ടത്ത് കയറി വീട്ടിൽ ചെല്ലേ. അതനുസരിച്ച് അവൻ നേരെ വീട്ടിൽ ചെന്ന് വെട്ടിത്തിരിഞ്ഞ് അകത്ത് കയറി എഴുത്തിൽ കയറി പാത്തിരിക്കും. ബട്ട് ഇരുട്ടായതും ചോദിച്ചേച്ച് ചോറ് ഉരുട്ടി വരും. ചന്ദ്രനിൽ ചോതിയിൽ എടാ, ഇത്ര സന്തോഷത്തോടെ ഒരു ഉരുള ബിരിയാണി നമുക്ക് തരുമ്പോ പോയി മേടിച്ച് കഴിക്കാതെ നീ വെറും മൊണ്ണാകണം എന്തിനടാ? എന്തായാലും പേടി കാരണം ഇവൻ കേറൂല. ബട്ട് അതേസമയം ആ കഥകിൽ മുട്ടിയത് ആര്? ഇവനാണെന്നും പറഞ്ഞ് അവള് ഒന്ന് ഡോറ് തുറന്ന് നോക്കും. പക്ഷെ അവിടെ ഒരു പുന്നാര മോനെയും കാണൂല. ബട്ട് അകത്തോട്ട് കയറി ചെല്ലുമ്പോ ഒടിയൻ അവിടെ അലമ്പാ നിക്കണം. അവൻ അവളെ ചെവിയിൽ ഉപ്പുണ്ടോ എന്ന് നോക്കും. കഷ്ടിച്ചാണ് അവൾ രക്ഷപ്പെട്ടത്. നോക്കൂ, ഈ സീനൊക്കെ വലിയ ഇന്റൻസിറ്റി ഉള്ള ഒരു സീനാണ്. ബട്ട് ഒരു സ്ത്രീക്ക് ഇത്രയും വലിയ അപകടം ഉണ്ടായിട്ടും ഈ കഥാപാത്രമോ ചുറ്റുമുള്ളവരോ നായികയോ ഒരാളും ഈ സിനിമയിൽ അതിനെപ്പറ്റി വേറെ ഒരു രീതിയിലും പിന്നീട് അങ്ങോട്ട് പ്രതിപാദിക്കുന്നത് എവിടെയും കാണുന്നില്ല. അത് വളരെ നിസ്സാരമായി പോയെന്ന് എനിക്ക് തോന്നി. എന്റെ മാത്രം ഒപ്പീനിയൻ ആണ്, എന്റെ മാത്രം ചിന്തയാണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നണമെന്ന് നിർബന്ധമില്ല. എന്തായാലും പേടിത്തൊണ്ടനായ നായകൻ റിവഞ്ച് എടുക്കാൻ ബാധ്യസ്ഥനാകുകയാണ്. അങ്ങനെ ഇരിക്കെ 3 കൂട്ടുകാരി മുമ്പസ്തിയാന്നും പറഞ്ഞ് കള്ളനെ പിടിക്കാൻ ഇറങ്ങും. അപ്പോഴാണ് ചോദിച്ചേച്ചി ഒന്ന് ചോറ് കൊടുക്കാൻ നോക്കും. ചോദിച്ചേച്ചി മരിച്ചത് എങ്ങനെയാണെന്നോ? ഗർഭം, ബ്രേക്കപ്പ്, ഡിപ്രഷൻ. അല്ല, ഈ സിനിമയുടെ പശ്ചാത്തലം ഏതാണ്ട് 2002-2005 കാലഘട്ടമാണെന്ന് അനുമാനിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ബ്രേക്കപ്പ്, ഡിപ്രഷൻ എന്ന വാക്കൊക്കെ ആ സമയത്ത് വ്യാപകമായി ഉപയോഗിക്കാറുണ്ടായിരുന്നു. ഇതൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ കാലത്ത് ട്രെൻഡായ സാധനങ്ങളല്ലേ? എന്തായാലും ഈ ചോദിച്ചേച്ചി ഒരു ശല്യമാണ്. പേടിമൂത്ത് നായകൻ ഓടും. അതിന്റെ പിറ്റേന്ന് ഞാനും വരും റിവഞ്ച് എടുക്കാന്നും പറഞ്ഞ് എനിക്കും വേണം ഒരു ഉണ്ണിയൊപ്പം എന്നും പറഞ്ഞ് നായികയും വരും കൂടെ. അങ്ങനെ അവർ ഉത്സവ പറമ്പിൽ ഷോഗൻ സ്റ്റേജ് ഷോയ്ക്ക് കൊണ്ടുപോകുന്ന ഓട്ടോവുമായി ട്രാൻസ് അടിച്ച് രാത്രി കള്ളനെ പിടിക്കാൻ ഇറങ്ങും. ബട്ട് ഈ മൊണ്ണ അപ്പോഴും പേടിച്ച് ഐസാകും. ഇവന്റെ പേടി കണ്ട് അവൾക്ക് കാര്യം മനസ്സിലാകും. ഇവനെ കൊണ്ട് ചോറ് ഉരുട്ടി കൊടുത്ത അത് മിഴുങ്ങാനല്ലാതെ ഒന്നിനും കൊള്ളൂലെന്ന്. അതോടെ അവള് ബ്രേക്കപ്പ് അടിക്കും. എന്തായാലും കളത്തിൽ ഇറങ്ങിയില്ലേ, ഇനിയിപ്പോ തീർത്ത് കളയാന്ന് വെച്ചിട്ട് മറ്റവനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് തപ്പാനെ അവർ തൊട്ടപ്പുറത്തുള്ള ഒരു ഗ്രാമത്തിൽ സർക്കസ് കളിക്കുന്ന ടീമിന്റെ അടുത്ത് എത്തിച്ചേരുകയാണ്. അവിടെ വെച്ച് അവർ അവന്റെ ഫോട്ടോ ഒപ്പിക്കും. ബാക്ക് സ്റ്റോറി പറഞ്ഞാൽ സംഭവം നമ്മുടെ മടിയന് ഉയരം കുറവായിരുന്നു ഗൈസ്. അതിനാൽ തന്നെ ജീവിതത്തിൽ ഒരുപാട് ബുള്ളിയിങ് നേരിട്ടിട്ടുണ്ട്. ബട്ട് അളിയൻ വലിയ ആക്രോബാറ്റ് ഒക്കെ ആയതുകൊണ്ട് രാത്രി ഒടിയനായി വന്ന് എല്ലാരെയും എടുത്തിട്ട് ഓടിക്കും. അവൻ ആളൊരു കുള്ളനാടലിൽ അല്ലവല്ലാതെയാണ്. ഇവന്റെ ഫോട്ടോ അവന്മാർ പരസ്യമാക്കിയതിൽ പ്രതിഷേധിച്ച് അവൻ ഇവന്മാരെയൊക്കെ വെല്ലുവിളിക്കും. എന്നിട്ട് എല്ലാവന്മാർക്കും ഇട്ട് ഓരോന്നോരോന്നായിട്ട് പണി കൊടുക്കും.
ബട്ട് ബ്രേക്കപ്പ് ആയ നായകൻ ഇതൊന്നും മൈൻഡ് ആക്കാതെ വീട്ടിൽ കയറി ഇരുന്ന് കരള് കറുപ്പിക്കും. അപ്പോഴേക്കും നമ്മുടെ ശരത് സഭ വന്ന് പറയും, കൂട്ടുകാരെ നീ നമ്മളോ കൂടെ വന്നില്ലെങ്കിൽ നീ എന്റെ കൂട്ടുകാരല്ല എന്ന് പറഞ്ഞ് അവൻ പിണങ്ങി പോകും. ബട്ട് പക്ഷെ നിങ്ങൾക്കറിയാമല്ലോ, ഫ്രണ്ട്ഷിപ്പ് താ സ്വത്ത് നമുക്ക്. അവരങ്ങനെ ഒന്നിക്കും ഗൈസ്. അതിനിടയിൽ വില്ലൻ നായകന്റെ അമ്മയെ ഉപദ്രവിക്കും. ഡാമിറ്റ്, ദിസ് ഈസ് സോ സീരിയസ്. അത് കഴിഞ്ഞ് കലി തീരാത്ത ഹോഴ്സിലേക്ക് അവിടുത്തെ വായനശാല കത്തിക്കും. ശരിക്കും ഈ ഭാഗമെല്ലാം ആക്ച്വലി നല്ലതായിരുന്നു ഗൈസ്. എനിക്കൊന്നും പറയാനില്ല. എനിക്ക് എവിടെയാണ് ഈ സിനിമ പാളിയത് എന്ന് ചോദിച്ചാൽ, നായകനായ മാത്യുവിന്റെ അഭിനയം പല സ്ഥലങ്ങളിലും കൂടെയുള്ള ആക്ടേഴ്സ് വളരെ അനായാസം ചെയ്യുമ്പോൾ, ഉദാഹരണത്തിന് എക്സ്പ്രഷൻ ചേഞ്ച്, മുഖത്ത് ഭയം കൊണ്ടുവരിക, ചില വോയിസ് മോഡുലേഷൻസ്, എക്സ്പ്രഷൻസ്, ഇവയെല്ലാം മറ്റുള്ളവർ വളരെ അനായാസമായി ചെയ്യുമ്പോൾ ഒരു പരിധിക്കപ്പുറം ഇപ്പോഴും മാത്യു എന്ന ആക്ടർ പിച്ച വെച്ച് നടക്കുന്നതേ ഉള്ളൂ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ബാക്കിയുള്ള ഇതിലെ പല കാര്യങ്ങളും, സോങ്സ്, കളർ ഗ്രേഡ്, DOP ഒരു പരിധിവരെ എല്ലാം നല്ലതായിരുന്നു, കഥ ഉൾപ്പെടെ. ബട്ട് വില്ലന്റെ ബാക്ക് സ്റ്റോറി പറയുന്നതും ചില ഇടങ്ങളിലെ തമാശയും പല വശങ്ങളിലെ സ്ക്രീൻ പ്ലേയും എനിക്കെന്തോ കുറച്ചുകൂടി ഇംപ്രൂവ് ആക്കേണ്ടിയിരുന്നു എന്ന് തോന്നി. പല സ്ഥലങ്ങളിലും ചിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എങ്കിലും ചിരിപ്പിക്കാൻ കഴിയാതെ പോയി എന്നെ മാത്രമായിരിക്കാം. അങ്ങനെ ഇരിക്കെ അതാ ഒരു പുതിയ കഥാപാത്രത്തിന്റെ എൻട്രി. നായികയെ കെട്ടാൻ പോകുന്ന പുതിയ കഥാപാത്രം, ഈ കേസ് അന്വേഷിക്കാൻ വന്ന പോലീസുകാരൻ. അദ്ദേഹം ഒരു കണ്ടെത്തലുകൾ നടത്തും. അതായത് ഹോഴ്സിലേക്ക് ആക്രമണം നടത്തുന്നതിന് മുന്നേ ഒരു പ്രത്യേകതരം മദ്യം കഴിക്കാറുണ്ട്. അതിനാൽ ആ നാട്ടിൽ ആകെയുള്ള ബിവറേജ് അടച്ചിടും. അപ്പം മദ്യം കിട്ടാതെ വലഞ്ഞ അവൻ കൈവിറച്ച് ബിവറേജ് പൊളിച്ച് അകത്ത് കയറി മദ്യം എടുക്കാൻ ശ്രമിക്കുമ്പോൾ അവനെ അവിടെ ഇട്ട് പൂട്ടും. അങ്ങനെ അവർ പ്രതീക്ഷിച്ച പോലെ തന്നെ മദ്യം എടുക്കാൻ കുതിരക്കാലം വരും. ബിവറേജിലല്ല, പക്ഷേ മിലിറ്ററിക്കാരന്റെ വീട്ടിൽ. ബിവറേജ് ഇല്ലെങ്കിലും കോട്ട കിട്ടിയ നല്ല സ്വയംഭം സാധനം കാണുമ്പോൾ ഒരു പട്ടാളക്കാരന്റെ വീട്ടിൽ. ഇത് മുൻകൂട്ടി കണ്ട മാത്യുവും ടീമും അവനെ അവിടെ വെച്ച് കൺഫ്രണ്ട് ചെയ്യും. ബട്ട് അത്ലറ്റിക് അപർണയ ഹോഴ്സിലേക്ക് അവിടെ നിന്ന് കുതിറി ഓടും, ഒരു കുതിരയെ പോലെ. അവനെ പിടിക്കാൻ പലരും പല വഴിക്ക് ഓടുമ്പോൾ മാത്യു ഓട്ടോയുമായി വന്ന് മറിഞ്ഞു വീണ് വഴിയാധാരമാകും. അപ്പോഴത് ഇരുട്ടിൽ ചോദിക്കും വന്ന് നിൽക്കണ്. ഒടുവിൽ നായകൻ തന്റെ സകല ഊർജവും സംരംഭിച്ച് ചോദ്യേച്ചിരയെന്ന ഒരു ഉരുള വിഴുങ്ങും. അതോടെ കാലങ്ങളായി ഉരുട്ടിക്കൊണ്ടും നടന്ന ആ ഒരു ഉരുള ഒഴിഞ്ഞു പോയ സന്തോഷത്തിൽ ചോദിച്ചേച്ചി സലാം പറയും. അത് കഴിഞ്ഞപ്പോ മാത്യുവിനും മരുന്നടിച്ചപ്പോ അവർ ഇന്നലെ വരെ ബീരു, അത് ഇന്നിരവില് തീരും. ഇന്നലെ വരെ ബീരു, ഇന്നിരവില് തീരും. ഇന്നലെ വരെ ശരി, അത് ഇന്നിരവില് തീരും. പിന്നെ ചേസ്, ഫൈറ്റ്, മാത്യുവിന്റെ ആക്ഷൻ ആകെ ബേളം. ശരിക്കും അതൊക്കെ കൊള്ളായിരുന്നു ഗൈസ്. ഫൈറ്റ് ഒക്കെ അത്യാവശ്യം നല്ലപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബട്ട് എന്റെ കുഴപ്പം, എന്റെ മാത്രം കുഴപ്പം, എന്ത് ചെയ്തിട്ടും എനിക്ക് മാത്യു ആയതുകൊണ്ട് അങ്ങോട്ട് കൺവിൻസ് ആകുന്നില്ല. ഒരുമാതിരി എല്ലാ റിവ്യൂസും ഈ സിനിമയ്ക്ക് നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. കോക്കെണ്ണം പിന്നെ പറയണ്ടല്ലോ. മാത്യു മാനിഫെസ്റ്റേഷൻ സിൻഡ്രം ഉള്ള ആളാണ് കോക്ക്. മാത്യു തന്നെ അഭിനയിച്ച് മോശമാക്കി മാത്യു തന്നെ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസമായും പറഞ്ഞ ബ്രൊമാൻസിലെ അഭിനയത്തിന് കോക്കെണ്ണം മാത്രം സമ്മതിച്ചില്ല. അതൊക്കെ മാത്യുവിന്റെ വക ലാലേട്ടൻ ലെവൽ അഭിനയം എന്നാണ് കോക്കെണ്ണം പറഞ്ഞ. അത് അങ്ങനെ ഒരു കോക്കാച്ചി മോറൻ. എന്തായാലും ഒരു വലിയ വിപ്ലവ പട നാട്ടുകാരെ കണ്ട് ഭയന്ന ഹോഴ്സിലേക്ക് ഓടി ഒരു തെങ്ങിന്റെ മുകളിൽ കയറും. അവിടെ ഒളിച്ചിരുന്ന കുതിരക്കാലിലെ ജീപ്പേഴ്സ് ക്രിപ്പേഴ്സ് ഒന്ന് പേടിപ്പിക്കും. കൂളി. തറയിൽ വീണിട്ടും കുതിര ഓടാൻ ശ്രമിച്ച കുതിരക്കാലിലെ തന്റെ കോട്ടം ഓട്ടിക്കാൻ ശ്രമിച്ചതിന് പട്ടാളക്കാരൻ വെടിവെക്കും. അങ്ങനെ സംഭവ ബഹുലമായ ഈ കഥ അതോടുകൂടി തീർന്ന്. ശരിക്കും ഇനി നിങ്ങൾ പറ, എന്താണ് നിങ്ങളുടെ ഈ സിനിമയെ പറ്റിയുള്ള അഭിപ്രായം? എനിക്കിത് വളരെ ആവറേജ് ആയി തോന്നിയ ഒരു സിനിമയാണ്. പ്രത്യേകിച്ച് മാത്യുവിന്റെ വെറുപ്പിക്കൽ അഭിനയം ഇല്ലായിരുന്നെങ്കിൽ, സ്ക്രിപ്റ്റ് കുറച്ചുകൂടി നന്നായി മേക്ക് ചെയ്തിരുന്നെങ്കിൽ വളരെ മികച്ചൊരു സിനിമയായി മാറേണ്ടതായിരുന്നു ഇത്. ബട്ട് എന്നിരുന്നാലും OTT-ൽ ഈ പടമുണ്ട്, വൺ ടൈം വാച്ചബിൾ ആണ്. കാണാത്തവർ പോയി ഒന്ന് കണ്ടു നോക്കൂ. നിങ്ങളുടെ വിലപ്പെട്ട സമയം കളഞ്ഞു പോട്ടെ. അങ്ങനെയൊന്നുമില്ല ഗൈസ്, ഓൺ ടൈം വാച്ചബിൾ ആണെന്ന് പറഞ്ഞില്ലേ, എല്ലാവരും പോയി ഒന്ന് കണ്ടു നോക്കൂ. ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തൂ. അപ്പോൾ ശരി ഗൈസ്, നമുക്ക് ഇനി ഒരു നല്ല വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പൊ എങ്ങനെ നമ്മൾ ഇനിയും കാണും. Thanks. Love you.